അപ്പൊ നിങ്ങൾ സോഷ്യൽ ഇമ്പാക്ട്മെന്റ് അസസ്മെന്റ് നടത്തുമ്പോൾ എന്തുകൊണ്ട് ഈ വിവരം മുൻകൂട്ടി പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമായിരുന്നു. അതല്ലാതെ ഹൈവേയുടെ പ്രോജക്റ്റ് കൺസീവ് ചെയ്തതിന് ശേഷം അത് കോൺട്രാക്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു സമരമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് പ്രോജക്ട് റിവൈസ് ചെയ്യുന്നത്? പ്രോജക്ട് ഓൾറെഡി റണ്ണിങ് അല്ലേ? ഇതൊക്കെയാണ് അവർ സാങ്കേതികമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നത്. ചാലക്കുടിയിൽ എന്താണ് സംഭവിച്ചതുണ്ടെങ്കിൽ അവിടെ ഡിസൈൻഡ് ഹൈവേ ഓൾറെഡി ഒരു ഹൈവേ നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ തന്നെ നല്ല ഹൈവേ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴാണ് അടിപ്പാതൊക്കെ വേണ്ടി പൊളിച്ചു തുടങ്ങിയത്. അപ്പൊ അവിടെ എന്താ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊന്നും പ്രോജക്ട് റിപ്പോർട്ട് വായിക്കുന്നില്ലല്ലോ. നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാത്ത സാധനമാണ് ഈ പ്രോജക്ട് റിപ്പോർട്ട് എന്നാണ്. കുട്ടികൾക്ക് പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സൈക്കിൾ വെച്ചാണ്. അപ്പൊ അവര് ഈ എലിവേറ്റഡ് ഹൈവേയിൽ കൂടി റോഡിലൂടെ സൈക്കിളിൽ അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വണ്ടി വരുമ്പോൾ കുട്ടികൾ എങ്ങനെ പെരുമാറുന്ന ആർക്കും മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്ന ആൾ ധരിക്കും അയാൾ ഇപ്പൊ അങ്ങോട്ട് കടന്നു പോയിക്കോളൂന്ന്. പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും കുട്ടി സൈക്കിളിനെ സേവ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പുറകോട്ട് വലിയുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ട്രാക്കിലുള്ള ഡ്രൈവർക്ക് ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും.